ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു നല്ലൊരു ദിവസമല്ലേ എല്ലാവർക്കും. എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ ഫാമിലി എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം എത്ര? 5:30 ആവാൻ പോണു. അപ്പോൾ ഞങ്ങൾ പൂക്കളിടാൻ വേണ്ടി, ഞാൻ എത്ര നേരത്തെ നിൽക്കുക പൂക്കളിടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കുത്തി കിടന്നുറങ്ങേണ്ട സമയം. സോ ഇപ്പോൾ ഞാനമ്മ പൂക്കളിടാൻ പോവാണ്. ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല, അപ്പനാണ് എല്ലാം സെറ്റാക്കാൻ പോണത്. അമ്മ ഇപ്പോൾ അമ്മമ്മനെ കുറച്ച് കിച്ചണിലെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, അമ്മ മറ്റെല്ലാം തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനാണ് ഇടാൻ പോകുന്നത്. അമ്മ അവിടെ കിച്ചണിൽ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഒറ്റയ്ക്കിടാനാണ് പറഞ്ഞത്. അപ്പോൾ മോള് പൂവൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അമ്മ അവിടെ ചെറിയും കുത്തിയിരിക്കുകയാണ്. ഞാൻ ചെറിയും കുത്തിയിരിക്കുകയാണ്. തുടക്കമായിട്ടുള്ളൂ. അതെ അതെ, കുറക്കായിട്ട്. അപ്പോൾ ഇനി ഡിസൈന് പോയി വരച്ച് വിളിച്ചത് ഞങ്ങളിടാൻ പോണ ഡിസൈൻ ഇതാണേ. ഇതാണ് ഡിസൈൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മേഡം അവിടെ നിന്നിട്ട് പൂ നേരാക്കുകയാണ്. ഇഷ്ടപ്പെടണ്ട. അപ്പോൾ എന്താ, ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ ട്രെൻഡുകൾ കണ്ടു. പൂക്കൾ ഇതാക്കാൻ വേണ്ടിയിട്ട് കറിയണ്ട, ഐ മീൻ കഷ്ടപ്പെടണ്ട, ഇത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ അത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രം പറഞ്ഞാൽ മതി. അതിപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ബട്ട് ഇതെന്തത് തുറക്കാൻ കിട്ടുന്നില്ല. അയ്യോ, ഇത് വന്നിട്ടുണ്ടോ? ഇത് ഫ്ലോപ്പാണ്. കുറച്ചും കൂടി ഇതാക്കി നോക്കാമല്ലേ ഗൈസ്. സോ ഇന്നത്തെ ഞങ്ങളുടെ പൂക്കളുടെ ഹൈലൈറ്റ് ആവും കേട്ടോ. ഈ എന്താ ഓറഞ്ച് വാടാമല്ലിയോ ചെണ്ടുമല്ലിയോ, ഇതെന്തത് ചെണ്ടുമല്ലി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളുടെ ഹൈലൈറ്റ് ഓറഞ്ച് ചെണ്ടുമല്ലിയാണ്. അതാണ് കൂടുതൽ ഇടാൻ പോകുന്നത്, ബിക്കോസ് അതാണ് കൂടുതലുള്ളത്. പിന്നെ വേറെ കുറേ പൂക്കളുണ്ട്, ബട്ട് അതൊന്നും ഞങ്ങൾ തൊടാൻ പോകുന്നില്ല ഗൈസ്. വേറെ ജമന്തി ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ബട്ട് നോ യൂസ്. അപ്പോൾ ഗൈസ്, എന്താ അമ്മ തുടങ്ങാൻ പോവാണ്. കണ്ടില്ല ഫേസ് എക്സ്പ്രഷൻ. ഇനി അതങ്ങോട്ട് കൊട്ടു, കുഴപ്പമില്ല, കൊട്ടേ. അടിയത്തെ മാത്രം കുറച്ചായിട്ടുണ്ട്. ഇതാക്കിയതാണോ അറിയില്ല. കൊട്ട് ഇത് ഐശ്വര്യമായിട്ട് പൂവൊക്കെ കൊട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ വാടാമല്ലിയാണ് ഇടാൻ പോണ്, നടുവിലായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങി. ഇതെന്താ ഞാൻ കയ്യിൽ തൂക്കിക്കൊണ്ട് പോയി? ഓ മൈ ഗോഡ്. ഇനി അടുത്തത് ഏതൊക്കെ വേണ്ടി പറയും? അടുത്തത് മറ്റേ ഡിസൈനിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് മതി കേട്ടോ. ഫുള്ള് വെട്ടി വെച്ചിട്ട് അയ്യോ കൂടുതലായി എന്ന് പറയല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. സോ ആദ്യത്തെ ചെണ്ടുമല്ലിയാണ് ഗൈസ്. വാടാമല്ലിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അമ്മ ഇത് കറക്റ്റ് സർക്കിളാണോ?
Oh my god. ഓക്കെ, ഞങ്ങൾ സർക്കിൾ ഇതിൻ്റെ ഇടയിലൊരു റോസ് വെക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് പൂക്കളിട്ട് കഴിഞ്ഞു. അയ്യോ, പൂക്കളിട്ട് കഴിഞ്ഞു. അപ്പോൾ 5:30 തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 6:40, I mean 6:54. അപ്പോൾ പൂക്കൾ കാണിച്ചു തരട്ടെ. അയ്യോ അമ്മ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു അഭിപ്രായം നല്ല അഭിപ്രായം. ഇനിയൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. യാ, ഇനി അമ്മയ്ക്ക് നമ്മുടെ ഇങ്ങോട്ട് വന്നിരുന്ന വെളിച്ചം, ഇനി അമ്മയ്ക്ക് അമ്മയുടെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് പൂക്കളം ഇടണം. ഞങ്ങൾ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം. റെഡി ആയതിനു ശേഷം കാണാം. അപ്പോൾ ഞങ്ങൾ റെഡിയായി വന്നു ഗൈസ്. വീട്ടിൽ നടക്കാൻ പറ്റിയില്ല, ഞങ്ങൾ അവിടെ വീട്ടിൽ നടക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്നത് കേട്ടോ. ഈ സാധനത്തിന് എവിടെയും കണ്ടിട്ടുണ്ടോ? അമ്മതാ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിക്കുന്നു. എത്തി. ഇപ്പോൾ പൂക്കൾ ഇറക്കി വെക്കാണ് ഗൈസ്. കണ്ടില്ല, തരം പൂക്കൾ. ഇവിടെ നോക്ക്, കണ്ടില്ല, ഇത് ആരത്? എന്നാലും അമ്മ എനിക്ക് നല്ല വിഷമായിട്ടോ. ഞാൻ പിന്നിക്ക് എത്തി നോക്കുമ്പോ തന്നെ അമ്മ എൻ്റെ മുഖത്ത് കൂടല്ലേ പേപ്പർ വലിച്ചെറിഞ്ഞ്. ഏരിയ ചെയ്ത് എൻ്റെ മുഖത്തേക്കാ കൊണ്ടുവന്ന് മാത്രമല്ല, വേറെ പ്രശ്നമില്ല. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല ഗൈസ്. അമ്മ പറയമ്മ, അഭിപ്രായം പറയും. അഭിപ്രായം പറയും കുട്ടി. ഒരു മനുഷ്യന്റെ കുട്ടിയില്ല. എല്ലാരും എന്നോട് പൂ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരാള് വന്നിട്ടില്ല. ഒരാള് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അമ്മ ഒന്ന് ഇന്ന് പറഞ്ഞിക്ക് അമ്മനെ സെറ്റ് സാരിയിൽ കാണാൻ, സെറ്റ് മുണ്ടിൽ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് പറയുക ഗൈസ്. ഒന്ന് മാറിക്കടാ, അമ്മ കുറച്ച് പോസ്റ്റ് ഇടട്ടെ. അപ്പം അമ്മനെ സെറ്റ് മുണ്ടിൽ കാണാൻ എങ്ങനെ ഉണ്ട് ഗൈസ്? ആ മെഹന്തി കാണിച്ച മെഹന്തി ഇത് ഞാൻ ഇട്ടുകൊടുത്തതാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയുക ഗൈസ്. അപ്പോൾ അവത്ത എന്നും പോലെ ഒരു ചപ്പറി ഡ്രസ് ഇട്ട് വന്നു. ഓൻ്റെ ഒരു സൂപ്പർ ബാഗി പറഞ്ഞിട്ട് ഓടിത്തെടുക്കുന്നുണ്ട്. ആ കുത്തിക്കോ. ഇനി എൻ്റെ ഡ്രസ്സ് കാണിച്ചെടുക്ക്. ഇനി എൻ്റെ ഡ്രസ്സ് അമ്മ ഇന്നത്തെ ആളിട്ട് കാണിച്ചു തരാം. അപ്പം അമ്മ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാം. ഐ എം എ വീഡിയോഗ്രാഫർ. അത് അമ്മ അമ്മ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അല്ല, നമ്മുടെ ഫ്രണ്ട്സുകളുടെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തായാലും
എന്നാലും നല്ല വിളിക്കാം. എല്ലാരും എന്നെ ഇവിടെ പറ്റിച്ചു. എന്നെ പോസ്റ്റ് ആക്കി കണ്ടോ? പോസ്റ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ അവിടെ വന്നു. ഇവിടെ ഒരുത്തൻ്റെ അടുത്ത് ചോക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഓൻ 10 രൂപ വെച്ചിട്ട് കുറുക്കുറ വാങ്ങിക്കാൻ പോവാ. അവിടെ ചോക്കുണ്ട് ചോദിച്ചോ? ഈ പോ ഇങ്ങനെ പോയി കഴിച്ചാ. അപ്പൊ അമ്മ ഇവിടെ നോക്ക് അമ്മ ഇവിടെ ദേഷ്യം പെട്ട് നിൽക്കാന് ഗൈസ്. അമ്മയുടെ ഫ്രണ്ട്സ് പോലെ അമ്മനെ ചതിച്ചു. എങ്ങനത്തെ ചതിച്ച് അതാരാ? ആരെങ്ങാനോ ചതിച്ച് ഗൈസ്. അമ്മ ആ നിഷ്കളമായ മോഹം കാണിക്കൂ. കുറുക്കുരെ വാങ്ങിക്കാൻ പോയ ആള് ആജ്മൂലായിട്ട് വരുന്നു. പ്രിയാന്ത് തന്നെ കേട്ടോ. എന്തത്? ആജ്മൂല അല്ല, ഷോർട്സ് ആണ് ഗൈസ്. ഇതാ കണ്ടില്ലേ, ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. അമ്മയുടെ ഓട്ടോ ഉണ്ട്, പിന്നെ ഇവിടെ ആരും ഇല്ല. എന്തേലും പറ അമ്മ, എന്തെങ്കിലും പറ സംസാരിക്ക്. അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാരെങ്ങാനോ? അതാരാ? അമ്മ ചൂടാവണ് ഗൈസ്. പൂക്കളിട്ട് കഴിഞ്ഞു. ഇത് ജസ്റ്റ് റാൻഡം ഡിസൈനാണ്. അപ്പോ വെയിറ്റ് ഇത് അമ്മയുടെ ഫ്രണ്ട്സോട് സംസാരിച്ചിട്ടാണ്. നല്ല ബുദ്ധി ഉണ്ടെന്നല്ലേ പറഞ്ഞു. മുട്ട ബുദ്ധി എന്നല്ലേ പറഞ്ഞത്. ആ വെച്ചോ, കാണ് നന്നായിട്ട് കാണ്. ചിരിച്ചിട്ട് പറ. അപ്പോൾ സക്സസ്ഫുള്ളി പൂക്കളൊക്കെ കഴിഞ്ഞതായി. ഇനി അമ്പലത്തിൽ പോണം. ഇതാ അങ്ങനെ അമ്പലത്തിൽ പോവാണ്. എന്റെ ജാതി കോലാണ്. ഇജാതി കോലല്ലേ? ഞങ്ങള് കൂടുതൽ പൂവിട്ടത് ചേച്ചി ഇജാതി കോലായി. എന്റെ ഇജാതി കോലാണ്. അപ്പൊ എന്ത് പറയുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് നോക്കി പറ. നല്ല എക്സ്പീരിയൻസ്. ആൾക്കാര് എന്റെ ചേച്ചിയില്ലേ, അമ്മയുടെ ഫ്രണ്ട്സിക്ക് ഹാപ്പി ഓണം പറയാതില്ലേ, കാപ്പി ഓണം പറയാ. കാപ്പി അപ്പോ അമ്മ ഓണത്തിന്റെ ഇതായോണ്ട് അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. ഫസ്റ്റ് ഞങ്ങള് പോയിട്ട് ടേസ്റ്റ്. ഓ കേട്ടില് ഗായ്സ്, നമ്മുടെ എനർജി ഇവിടെ പറയുന്നില്ല ആരുടെ അടുത്തും. ആ പറഞ്ഞപ്പോ കൂടെ അമ്മക്ക് സകല ആൾക്കാരുടെ പറയും. അവിടെ പോയിട്ട് സെന്ററിൽ പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിന്റെ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാ അമ്മ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിലാണ്. അമ്പലത്തിൽ കയറി തൊഴുത്ത്. അമ്മ അവിടുത്തെ അമ്പലത്തിൽ തന്നെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ
ടിഫൻ കഴിച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ മാമൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കണ്ടില്ല ഗൈസ്, ട്രാൻസിഷൻ റീൽ ഇറക്കുന്ന പറയുമ്പോഴേക്കും പോയി ഡ്രസ്സ് മാറ്റി. വേണ്ട ഇനി വേണ്ട, ഈ ഡ്രസ്സ് തന്നെ മതി. കഷ്ടപ്പെട്ട് കൈ തിരിച്ചു. കണ്ടില്ല ആ പൂക്കളിടുമ്പോ കൊറേ മുത്തശ്ശന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അപ്പൊ ഞാൻ ഓരോന്ന് നോക്കും. സദ്യ കഴിക്കണേന് മുന്നേ എടുത്തില്ല, സദ്യ കഴിച്ച് കഴിയാറ് നമ്മളാണ് ഓർമ്മ. വിഷു വീഡിയോ പിടിച്ചില്ല. അപ്പോൾ സദ്യ കഴിച്ച് കഴിയാറായി. എൻ്റെ പായസം ഇത് എത്രാമത്തെ. അപ്പോൾ ഗൈസ് സദ്യ കഴിച്ച് അങ്ങനെ ഒരു ഉച്ചോർക്കം ഉറങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ ഓണത്തിൻ്റെ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അയ്യോ എൻ്റെ അനിയന് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോവാണ് ഗൈസ്. ഞാൻ പിന്നെ കണ്ടില്ല, റെഡി ആയിട്ടൊക്കെ പോകണം കേട്ടോ കളിക്കണ കാണാം. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ ടീമുകളിലൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നിനും പോയില്ല, നമ്മുടെ കൂടെ നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തി കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓണാഘോഷത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ ചെറുതായിട്ട് പരിപാടികളൊക്കെ ഉണ്ട്, മഴയുണ്ട്, അതുകൊണ്ട് കുറേശ്ശേ ഉള്ളൂ, ആൾക്കാരൊന്നും വന്നിട്ടില്ല അധികം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കണ്ടാലോ? അവിടെ അവ്യക്തി ഇരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. അവ്യക്തി അവിടെ ഇരിക്കുകയാണ്, അടുത്ത പ്രോഗ്രാം എന്താന്ന് നോക്കിയിട്ട്. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. സെക്കൻഡ് മത്സരത്തിൽ വിജയിച്ച ഗൗതം കൃഷ്ണ അയുക്ത. സ്റ്റാർട്ട്.